മിസ്റ്റർ, അല്ലേ ഇത് ആര് സാറോ? ഞാൻ ഈ കൊച്ചിന് 2 മീൻ പിടിച്ചു കൊടുക്കുമായിരുന്നു. പയ്യന് ചൂണ്ടയിടാൻ നല്ല വശമില്ല. പാവം കുടുംബം കഴിയാനുള്ളതല്ലേ. ഒരു പരോപകാരം. നിനക്ക് ചൂണ്ടയിടാൻ നല്ല വശമാണല്ലേ? ആ, ഒരു വിധം. പക്ഷേ അത് മാന്യന്മാരുടെ വീട്ടിൽ വേണ്ട. മനസ്സിലായില്ല. നിന്നെ 1-2 തവണ ഞാൻ വാൺ ചെയ്ത് വിട്ടതാണ്. ഇനിയും നീ ഇങ്ങനെ എന്റെ ഭാര്യയെ ശല്യം ചെയ്തുകൊണ്ടിരുന്നാൽ അത് അടിയുടെ കുറവാണ്. അയ്യോ, അത് സാറിന് വെറും ഒരു തെറ്റിദ്ധാരണയാ. പിന്നെ അടിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് സാറിന്റെ ശരീരത്തിന് അത്ര പറ്റിയതല്ല, അല്ലേ? ഇപ്പോഴോ? ഇപ്പരോ? അല്ല, കുഞ്ഞെന്താ കാപ്പി കുടിക്കാഞ്ഞത്? എനിക്ക് മതി. അമ്മവാ, അവൻ വെള്ളത്തിൽ വീണിട്ട് കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോ ചത്തുവാണോ? അതെന്തെങ്കിലും ആവട്ടെ കുഞ്ഞെ, നമുക്ക് അവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. അത് ശരിയാ. അതുപോട്ടെ, ഞാൻ ആലോചിക്കുന്നത് ആ യമുനയുടെ കാര്യം. നേരം സന്ധ്യ കഴിഞ്ഞു, അവൾ ഇതുവരെ വന്നില്ലല്ലോ. ഇത്ര ചെറുപ്പത്തിലെ അവൾക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി? അതാണ് കാരണം, ചെറുപ്പം. ആ, കുഞ്ഞൊന്ന് ഗുണദോഷിച്ചാ മതി. വരുന്നു. യമുനെ, നീ എന്താ താമസിച്ചത്? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? പാർക്കിലോ, റെസ്റ്റോറന്റിലോ, തിയേറ്ററിലോ? ചേച്ചി, നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? ചേച്ചി കണ്ടു. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി. ആരാത്? സുരേഷ്. ഏത് സുരേഷ്? പറഞ്ഞ ചേച്ചിക്ക് എങ്ങനെ അറിയും? ഒരു സുരേഷ്. കടുത്ത പ്രേമത്തിലാണോ? സ്നേഹമാണ്. വാഗ്ദാനങ്ങൾ വല്ലതും? മോളെ, അച്ഛൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത് പഠിക്കാൻ വേണ്ടിയാണ്. നിന്റെ നല്ല ഭാവി ഉദ്ദേശിച്ചാണ് ചേട്ടൻ ഇതിന് തയ്യാറായത്. അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്നതൊന്നും നീ ചെയ്യരുത്. ഞാൻ സുരേഷിനെ സ്നേഹിക്കുന്നതിന് ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? നീ ആരെ സ്നേഹിച്ചാലും ചേട്ടൻ ഇഷ്ടമില്ലെങ്കിൽ എന്താ പ്രയോജനം? ചേച്ചി ചേട്ടനോട് പറഞ്ഞ് ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിപ്പിക്കണം. നിന്റെ ഒരാഗ്രഹത്തിനും ചേട്ടൻ എതിര് നിന്നിട്ടില്ല.
പക്ഷെ വിവാഹം കുറെ കൂടി ഗൗരവമുള്ള കാര്യമല്ലേ? എന്തായാലും ഞങ്ങൾ അവനൊന്ന് കാണട്ടെ, എന്നിട്ടാകാം എല്ലാ കാര്യങ്ങളും. നല്ല ചേച്ചി. മോളെ, ഇന്നൊരാൾ കാണാൻ വരുന്ന് ദല്ലാളോട് പറഞ്ഞു. അവൻ ഇഷ്ടപ്പെട്ട ഇത് തീർച്ചയായിട്ടും നടക്കും മോളെ. ഈശ്വര, എന്റെ കർത്താവേ, ഈ പ്രാവശ്യങ്ങളിൽ ഒന്ന് നടത്തി തരണേ എന്റെ ഭഗവാനെ. എനിക്ക് വിശ്വാസമില്ല അച്ഛാ. എത്ര വർഷമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. ഇതിപ്പോ 25ാമത്തെ ആളാ. നിന്ന് അകത്ത് ചുക്കലിയും പിടിച്ച് തുരുമ്പും പിടിച്ച് കരിനാ കൊണ്ടൊന്നും പേരിന്റെ കാറ്റും തുടച്ച് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കും പോളെ. അല്ല സാറോ? സാറേ, ഈ കാറ് വാങ്ങാൻ വരുന്ന സാറാണോ സാറേ? അതിന് കാർ എവിടെ? സാറ് പിടിച്ചെടുക്കുന്നല്ലേ. ഇത് കാറാ? കാറെന്നും പറയാം. മട്ടിപ്പെണ്ണേ. എന്താടി നീ അങ്ങനെ പറഞ്ഞത്? സാറോ, എന്നെ ഈ നിലയിൽ എത്തിച്ചത് ഈ കാറ്. അപ്പൊ മുമ്പത്തെ സ്ഥിതി എന്തായിരുന്നെന്നോ? സാറേ, 3.5 ലക്ഷം രൂപയുടെ സ്വത്തുകാരനായിരുന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. ഇവളെ കല്യാണം പൊടി കൊടുത്തു അല്ല, ഇവളുടെ അമ്മയെ കല്യാണം കഴിച്ചപ്പോ എന്റെ അളിയൻ, അതായത് ഇവളുടെ അമ്മാവ്, എനിക്ക് സ്ത്രീധനം ചേർന്നാണ് ഈ കാർ. എന്തിനാന്നറിയോ? ഞാനേ നന്നാവാൻ വേണ്ടി. എന്ത് പറ്റുന്നറിയോ? പൊന്നു സാറേ, ഞാനിത് നന്നാക്കി 30,000 രൂപയുടെ കടക്കാരനായി. പിന്നീടാണ് സാറേ എനിക്ക് മനസ്സിലായത് ആ ദ്രോഹി എന്നെ വഞ്ചിക്കായിരുന്നു. സാമാന്യം വൻ ചതികളുടെ പട്ടികയിൽ പെടുത്താവുന്ന ഒരു ചതിയാണ് ഈ ചതിയും. ആണല്ലോ, സാറിനെങ്കിലും ഇപ്പൊ മനസ്സിലായി. എടി എന്താടി നോക്കി വെക്കുന്നത്? പോയി കട്ടിലെടുത്ത് വാടി, അല്ല കസേര എടുത്തു വാ. പക്ഷെ ഈ കാറ് കൊണ്ട് എനിക്ക് പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്താ? ഈ നാട്ടിലുള്ള വർക്ക്ഷോപ്പിലെ സകല പിള്ളേരും പണി പഠിച്ചത് ഈ കാറ് നന്നാണ്. എന്നിട്ട് ഇവന് ഓടിയില്ല, എന്നിട്ട് ഓടുമില്ല, എന്നിട്ട് ഓടണമെന്ന് എനിക്കിട്ട് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് സാറേ ഞാൻ ഇവനെ വിൽക്കണം തീരുമാനിച്ചത്. ഇതിന് കാറിന്റെ വില കിട്ടുകയില്ലെന്ന് ചേട്ടൻ അറിയാമല്ലോ. മൊത്തത്തിലുള്ള ഇരുമ്പിന്റെ വില കിട്ടിയാൽ മതി. മൊത്തത്തിലുള്ള തുരുമ്പിന്റെ വില ഞാൻ തരാം. വൈദ്യുവേ അവിടെ നിന്നാ മതി. അല്ല, സാറിന് ഈ വരവിന് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ? അത്യാവശ്യമായി താമസിക്കാൻ ഒരു വീട് വേണം സാറേ. വീടല്ലേ സാറേ ഞാൻ ചുളിവിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അയ്യോ, അവിടെ മാന്യന്മാർക്ക് താമസിക്കാൻ പറ്റുമോ? അല്ല, ഒന്നുമില്ല, അത് കളരി. അവിടെ അഭ്യാസം മാത്രം. അത് പ്രയോഗിക്കാൻ എനിക്കൊരു വീട് വേണം. വേണം. വീട് വേണമെങ്കിൽ ചേർച്ച വേണം. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. ചേട്ടൻ അന്തോണി നായർ കലർപ്പ്, മകൾ ഓമന ബീവി അതും കലർപ്പ്. അതിനും വലിയ കലർപ്പാണ് സാറെങ്കിൽ ഞാൻ വീട് തരാം. എന്റെ ഈ വീട് തരാം. എന്റെ കഥ കേട്ടാൽ ചേട്ടൻ ഞെട്ടും. ഞെട്ടി എന്താ? ശിശു, ഇതിനേക്കാൾ വലിയൊരു കലർപ്പ് ചേട്ടൻ എവിടുന്ന് കിട്ടും? ഇല്ല, ഇത്ര ഭയങ്കരമായിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നീയോ മോളെ? ഞാനും വിചാരിച്ചില്ല. ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ മരുമകനാക്കി എടുത്ത എന്റെ അമ്മാവിന്റെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരും. വരൂ മോളെ. എവനെ പിടിച്ച് അകത്തിട് മോളെ, അകത്തിട്. വിളിച്ചത് കേട്ടോ? യവനൻ എന്നെ സാറേന്ന് വിളിച്ചോണ്ടിരുന്നവനാ. ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവായി പോയത് നിന്റെ തന്തയുടെ മഹാഭാഗ്യം. ഇല്ലെങ്കിൽ അടിച്ചവന്റെ ആള് ഞാൻ തെറിപ്പിച്ചനെ. അത് സ്നേഹം കൊണ്ടല്ലേ ചേട്ടാ. വാ ചേട്ടാ, ചേട്ടാ വാ ചേട്ടാ. എന്നാ വരാ? ഈ ഞായറാഴ്ച ചേച്ചിയും ചേട്ടനും കൂടി സുരേഷിന്റെ വീട്ടിൽ വരും. അവർക്ക് ആളെ പിടിക്കണം. നിനക്ക് എന്നെ പിടിച്ച സ്ഥിതിക്ക് ഞാൻ കാണാൻ കൊള്ളാവുന്നതിനാണെന്നതിന് വേറെ തെളിവെന്ത് വേണം? പക്ഷേ അച്ഛനോട് ഇതൊന്ന് അവതരിപ്പിക്കാനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് ഞാനൊരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി?
ഈ കവിളത്തെ പാടെന്താണെന്ന് അച്ഛൻ ചോദിക്കും. എല്ലാം അങ്ങ് പറഞ്ഞാ മതി. അത് വേണ്ട, അല്ലാതെ തന്നെ ഞാൻ അച്ഛനെ വളച്ചോളാം.